നേരെ നോക്കൂ, കാണാൻ പറ്റുന്നില്ല. ദാ, ഇതെന്താ തല പൊക്കില്ലേ? എനിക്ക് ആണുങ്ങളുടെ മുഖത്ത് നോക്കാൻ പേടിയാ ചേട്ടാ. അതൊക്കെ നല്ല തന്നെ. പക്ഷെ ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നതാണല്ലേ, ഇങ്ങോട്ട് നോക്ക്. എന്താ മഞ്ജിമയുടെ അല്ല സോറി മഞ്ജു, എന്താ പേര്? മഞ്ജി. അറിയായിരുന്നു, എന്നാലും ഒന്ന് ചോദിച്ചതാ. വീട് എവിടെയാ മഞ്ജിമയുടെ? ചേട്ടാ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്? ശരിയാണല്ലോ. സോറി. പിന്നെ ഞാനിപ്പോൾ പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എനിക്ക് എൻ്റെ ഒരു ഉദ്ദേശത്തിലൊരു പെണ്ണിനെ കിട്ടണം. രാവിലെ എത്ര മണിക്കാണ് എണീക്കുന്നത്? അയ്യോ ചേട്ടാ, ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കും. അതെൻ്റെ അമ്മ പഠിപ്പിച്ച ശീലമാണ്. 5 മണിക്ക് എണീറ്റാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ അമ്മയെ പൊന്നു പോലെ നോക്കണം. ചേട്ടൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയല്ലേ? ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത് പോലെ തന്നെ ചേട്ടൻ്റെ അമ്മയും കണ്ടോളാം. അത് മതി. രാവിലെ എനിക്ക് എണീറ്റ് വന്നതും ചൂടുവെള്ളം വേണം. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ചായ വേണം. ചായ കുടിച്ചിട്ട് ഞാൻ കക്കൂസി കയറി ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കണം. അത് ഇഡലിയോ ദോശയോ അപ്പമോ പുട്ടോ ആവാം. പിന്നെ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓഫീസിൽ പോയി വരുന്നവരെ എന്നെ കാത്തിരിക്കണം. മഞ്ജിമയ്ക്ക് പുറത്ത് പോകണമെന്നോ ജോലിക്ക് പോകണമെന്നോ പഠിക്കാൻ പോകണമെന്നോ വല്ല ആഗ്രഹമുണ്ടോ? എനിക്ക് പഠിക്കാനൊന്നും പോകണ്ട. എനിക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികളെയൊക്കെ നോക്കി. ആരുടെ കുട്ടികളെ? അല്ല, നമുക്കുണ്ടാവുന്ന കുട്ടികളെയൊക്കെ നോക്കി അങ്ങനെ ജീവിക്കുന്നതിനോടാ താല്പര്യം. ഞാനും അങ്ങനെ ഒരു പെങ്കൊച്ചിനെ നോക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് 39 വയസ്സാവുന്നത്. അപ്പം നമ്മൾ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്, വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതമ്മ പറഞ്ഞായിരിക്കുമല്ലോ. പറഞ്ഞായിരുന്നു. അപ്പം ഞാനിങ്ങനെ എല്ലാം കൂടി എല്ലാ ചുറ്റുപാടുകളും ഓക്കെ ആവുന്ന ഒരാളെ നോക്കിയിരിക്കുമായിരുന്നു. മഞ്ജിമയ്ക്ക് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എനിക്ക് സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സ്വത്തൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഈ പുതിയ ജനറേഷനിലെ പിള്ളേരുടെ കണക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? എനിക്കങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ല. എനിക്ക് എൻ്റെ അമ്മ അങ്ങനെ പുറത്തേക്കൊന്നും വിടത്തില്ലായിരുന്നു. അങ്ങനെ വളർത്തിയതാ. അത് നല്ലതാ. എന്നാൽ പിന്നെ നമുക്ക് കല്യാണത്തിലേക്ക് കടക്കാം അല്ലേ? കൂർക്കം വലിക്കുന്ന ഹലോ, നീ എന്താ കൂർക്കമൊക്കെ വലിക്കുവോ? അയ്യോ സോറി ചേട്ടാ, എനിക്ക് ക്ഷീണമായോണ്ട് കൂർക്കം വലിച്ചു പോകുന്നതാ. ബൈ ദ ബൈ, രാവിലെ 4 മണിക്ക് എണീക്കുമെന്ന് പറഞ്ഞിട്ട്? ശരിക്കും ഞാൻ 4-4:30 എണീക്കുന്നതാ, പക്ഷെ ഭയങ്കര ക്ഷീണം. നാളെ തൊട്ട്. ശരി, നാളെ തൊട്ട് കൃത്യമായിട്ട് എണീക്കാൻ നോക്ക്. ഞാൻ കുറച്ച് നേരം കൂടി കിടക്കുവാണേ. മഞ്ജിമേ, ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ അവർ ഗുഡ് സർട്ടിഫിക്കറ്റ് തരും? അങ്ങോട്ട് എഴുന്നേറ്റേ, അല്ലേ ഞാൻ എണീക്കുക. ചെല്ല്, പോയി ചായ എടുത്തോണ്ടോ. ശരി ചേട്ടാ. മോളെ എണീറ്റതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വരുമായിരുന്നു. രാവിലെ കുളിച്ച് വരുന്ന മരുമോടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് ചായ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പം മോൾ എണീറ്റില്ല. സാധാരണ രാവിലെ എണീക്കുന്നതാണ്, പക്ഷെ ഭയങ്കര ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി. അത് സാരമില്ല. മോള് പോയി കുളിച്ച് വാ, അമ്മ ഇവിടേക്ക് ഒന്ന് കൊണ്ടു കിടന്ന് കാണിക്കാം. ചായ അമ്മ എടുക്കാം. ശരി. ഈ വീടും വസ്തുവാണ് മോളെ എനിക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയത്. ഇതെൻ്റെ അച്ഛൻ്റെ കാലത്ത് അങ്ങേര് മേടിച്ചതാ. ഏതാണ്ട് മൊത്തവും കൂടി എങ്ങാണ്ട് 1000 രൂപയ്ക്ക്. ഇത് മൊത്തം 19 ഏക്കറുണ്ട്, ഈ പുരയിടവും വീടും എല്ലാം കൂടിയേ. അപ്പോൾ അത് 1000 രൂപയ്ക്ക് അന്നത്തെ കാലത്ത് മേടിച്ചതാ. ഇപ്പോൾ ഒരു സെൻറ്റിന് 19.5 20 ലക്ഷം രൂപയുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര സ്വത്തുണ്ടെന്ന്. ഇതെല്ലാം കൂടിയാണ് എൻ്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്നത്. എൻ്റെ അച്ഛൻ സ്ത്രീധനം തരാൻ കാരണമുണ്ട്. കാര്യം എൻ്റെ ഭർത്താവ്, അതായത് നമ്മുടെ വസന്തരമണൻ്റെ അച്ഛൻ, അന്ന് ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. അങ്ങേർക്ക് പിന്നെ മരിച്ചു പോയ ജോലി എനിക്ക് കിട്ടുമെന്നറിയാം. അതുപോലെ അങ്ങേർക്ക് കുറച്ച് സ്വത്തും വകകളും ഉണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ജോലിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇത്രയും സ്വത്ത് വകകൾ എൻ്റെ ഭർത്താവിൻ്റെയും കൂടി പേരിൽ എഴുതി വെച്ച് തന്ന്. അപ്പം മോളൊന്ന് മനസ്സിലാക്കണം, 101 പവനും 5 ലക്ഷം രൂപയും മോടെ അച്ഛൻ തന്നെങ്കിൽ എൻ്റെ മകന് ജോലിയുണ്ട്. അതുപോലെ ഈ സ്വത്ത് വകകളുടെ എല്ലാ അവകാശി എൻ്റെ മകനാണ്. പിൽക്കാലത്ത് അത് നിൻ്റെയും. അപ്പം അത്രയും വലിയ ആസ്തിയുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചങ്ങോട്ട് തന്നേക്കുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി തുകയൊക്കെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്ത്രീധനമാണ്, ഞാൻ ഇത്രയും കൊണ്ടു കയറി വന്നവളാണെന്നുള്ള ഭാവ വ്യത്യാസമൊന്നും ഇവിടെ കാണിക്കരുത്. അയ്യോ, ഞാൻ എന്ത് കാണിക്കാനമ്മേ?
അല്ല അത് മോളോടൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, മോളൊന്നും കാണിച്ചിട്ടില്ല, എന്നാലും അമ്മ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളു. മോളിവിടൊക്കെ നടന്നൊന്ന് കാണ്. ദേ ആ കിടക്കുന്ന പറമ്പുണ്ടല്ലോ, ആ പറമ്പിലായിരുന്നു പണ്ട് കൊയ്ത്തുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഈ നാട്ടിൽ കൊയ്ത്തുണ്ടായിരുന്ന വീട്ടുകാർ ഞങ്ങളായിരുന്നു. ഈ നാട്ടിലെല്ലാ ആളുകളും ഞങ്ങളുടെ ജോലിക്കാരായിരുന്നു. ഇപ്പൊ വലിയ പവറും കാണിച്ച് നടക്കുന്നു. അവനാണ് ചെറിയൊരു കട തുടങ്ങാൻ ഒരു പദ്ധതി ഉണ്ട്, അതിന് ഇച്ചിരി ലോൺ എടുക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പം ലോൺ എടുക്കാതെ തന്നെ ഈ മോടെ സ്വത്തും ഈ 101 പവൻ പണ്ടം ഇങ്ങോട്ട് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതും കൂടി മതിയല്ലോ. അപ്പം അതിനൊക്കെ അവൻ അങ്ങോട്ട് ഇടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സ്വത്തായി എൻ്റെ സ്വർണ്ണമാണെന്നൊന്നും പറയല്ലേ. അത് അപ്പോഴേ ചേട്ടൻ്റെ കയ്യിൽ ഊരി കൊടുത്തല്ലോ. ചേട്ടൻ അലമാരിയിൽ പൂട്ടി വെച്ചേക്കോ, ഞാനത് എന്തിയെന്ന് പോലും ചോദിക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു ആളെ കിട്ടുമ്പം നമ്മൾ ഇത്രയും സ്ത്രീധനം കൊടുത്തിട്ടാണ് ആളെ നമുക്ക് കിട്ടിയത്. അപ്പം ആൾ ഇത്രയും വലിയൊരു നിധിയാണ്. അതുകൊണ്ട് ആ നിധിയെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ കുറച്ച് നിധി അങ്ങോട്ട് കൊടുക്കണം. അതാണ് ഇവിടെ നടന്നത്, മനസ്സിലായല്ലോ. അപ്പം ഈ സ്വത്തുവകകളും കാര്യങ്ങളും ഒക്കെ പിൽക്കാലത്ത്, ഇപ്പോഴല്ല, എൻ്റെ മരണശേഷം നിനക്കും കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ മോളോടൊന്ന് ധരിപ്പിക്കാൻ അമ്മ ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് നടക്കുന്നതേ ഉള്ളൂ. അമ്മയ്ക്ക് നല്ല സ്വത്തും വകകളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാവവും കാര്യങ്ങളും ഒന്നും എൻ്റെ അടുത്ത് ഇറക്കരുത്. നമുക്ക് എന്നെ രാവിലത്തെ കാപ്പി എന്തുവാന്ന് വെച്ചാൽ ആക്കാം. ശരി അമ്മേ. ഹലോ ഹലോ, പറയ. എന്തൊക്കെയുണ്ട്, സുഖമാണോ? എന്ത് സുഖം, വേഷം കെട്ടിപ്പോയില്ലേടി, ആടി തിമിർക്ക് തന്നെ. നീയായിട്ട് നിന്നാൽ മതി, എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നേ? ഞാനായിട്ട് നിൽക്കാനോ? നിനക്കെന്താടി, ഞാനായിട്ട് നിന്നാൽ ഇവരെന്നെ 2ാമത്തെ ദിവസം വീട്ടിൽ പറഞ്ഞു വിടും. എനിക്കിവിടെ പിടിച്ചു നിന്നല്ല പറ്റുമോ, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വേഷങ്ങളൊക്കെ ആണണം. എൻ്റെ അച്ഛനോട് എന്നെ ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങേര് എന്നോട് ചെയ്തത് നിനക്കറിയാമല്ലോ എന്താന്ന്. അച്ഛാ, ഞാൻ PSCയുടെ കോച്ചിങ്ങിന് പോയാലോ എന്ന് ആലോചിക്കുക. എനിക്കാണെങ്കിൽ ഗവൺമെൻറ് ജോലി കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ LD ക്ലർക്കും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും ഒക്കെ വിളിക്കുന്നുണ്ടേ. അപ്പോൾ അതിന് ഒരു 5000 രൂപ അഡ്മിഷൻ ഫീസ് വേണമായിരുന്നു. അതൊന്ന് തന്ന് സഹായിക്കാവോ? മാസ ഫീസ് ഞാൻ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് പന്ന പുന്നാര മോളെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞടി, കെട്ടിച്ചു വിടാനുള്ള പെണ്ണ് അടുക്കള ഭരണം പഠിച്ചാൽ മതി, വലിയ ജോലിക്ക് വേണ്ടിയിട്ടൊന്നും പഠിക്കണ്ടെന്ന്. അഥവാ ഇനി നീ എൻ്റെ കാശ് വെച്ച് പഠിച്ച് ജോലി മേടിച്ചാലും നിന്നെ കെട്ടിക്കൊണ്ട് പോന്നവനല്ലേടി ഇതൊക്കെ തിന്നുന്നത്. നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, നിന്നെ കെട്ടിച്ചു വിടാനുള്ളതാ. വല്ലവൻ്റെ അടുക്കളയിൽ പോയി പണിയെടുക്കാനുള്ള നീയെ അടുക്കളപ്പണി പഠിച്ചാൽ മതി. 1 രൂപ ഞാൻ തരത്തില്ല. പിന്നെ അന്തസ്സായിട്ട് ഞാൻ കെട്ടിക്കും. 101 പവനും 5 ലക്ഷം രൂപയും തന്ന് തന്നെ കെട്ടിക്കും. എൻ്റെ അഭിമാനം ഇടിയാതിരിക്കാൻ നിനക്ക് 101 പവനും 5 ലക്ഷം രൂപയും തന്ന് ഞാൻ കെട്ടിക്കും. ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കെട്ടിക്കും. ഇനി അവനെങ്ങാനും ചത്തുപോയാൽ നിനക്ക് ആ ജോലിയും കിട്ടും, മനസ്സിലായോടി? വന്നേക്കുന്നവള്. ചേട്ടാ, എന്താടി? ആ ജോൺസൺ വന്ന് ഈ വല്ലോർക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ പൈസയുടെ 1% മതിയല്ലോ സ്വന്തം മകളെ പഠിപ്പിക്കാൻ. പറ്റില്ലതേ, എന്നെ ഭരിക്കാൻ നീ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലേ 10 ഇട്ടാൽ അത് 100 കിട്ടും, 100 ഇട്ടാൽ 1000 കിട്ടും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താ. ആദ്യം ഞാൻ വെറും 5 ലക്ഷം രൂപ കൊടുത്തവൻ എനിക്ക് 10 ലക്ഷം തന്ന്. പിന്നെ ഞാൻ 10 ലക്ഷം കൊടുത്തവൻ എനിക്ക് 20 ലക്ഷം തന്ന്. ഇന്ന് ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത് 50 ലക്ഷമാണ്. അല്ലാതെ ഇവളെയൊക്കെ പഠിപ്പിച്ചിട്ട് എനിക്കെന്തോ കിട്ടാനാ? ഇന്ന് ഇവളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, ഗവൺമെൻറ് ജോലിക്കാരനാ. 101 പവനും 5 ലക്ഷം രൂപയും കൊടുക്കും. ഒരുങ്ങി നിന്നോ നീ. അപ്പം നിന്റെ പ്ലാൻ എന്തുവാ? എനിക്ക് സ്ത്രീധനമായിട്ട് തന്ന 101 പവൻ്റെ സ്വർണ്ണമില്ലേ, അത് ഞാൻ അടിച്ചു മാറ്റും. കെട്ട് കഴിഞ്ഞ് അന്നത്തെ ദിവസം നൈറ്റ് തൊട്ട് ഞാൻ നരിച്ച് പറക്കോ. അങ്ങേരത് എവിടെയോ ഒളിപ്പിച്ച് വെച്ചേക്കുക. എങ്ങനെയെങ്കിലും എത്രയും വേഗം അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ഞാൻ നാട് വിടും, വല്ല മുംബൈക്കോ ഡൽഹിക്കോ. ഓക്കേടി, നിന്റെ കൂടെ എന്തിനും കട്ടയ്ക്ക് ഞാനുണ്ടാവും. നീ ധൈര്യമായിട്ട് ചെയ്തോ. ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. എടി, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ടൗൺ വരെ ഒന്ന് പോകണം. എന്തിനാ ടൗണിൽ വരെ പോകുന്നത്? ആ ഗോൾഡ് കൊണ്ട് കൊടുക്കാനാ. വെറുതെ വീട്ടിൽ വെച്ചിരുന്ന് സീനാക്കണ്ട, ഒന്നാമത് കള്ളന്മാരുടെ സമയം. ദൈവമിങ്ങരുത് വിറ്റ ഞാൻ എന്ത് ചെയ്യും? അയ്യോ ചേട്ടാ, ഇപ്പോഴേ സ്വർണം കൊണ്ട് വിൽക്കല്ലേ. സ്വർണത്തിന് വേണ്ട ഇപ്പം വില കൂടി വരുവാ. 2 ദിവസം കൂടി കാത്തിരുന്നാൽ ഇതിൻ്റെ ഇരട്ടി വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. ഇപ്പോൾ സ്വർണ്ണ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക. എന്നാ ശരി, വ്യാഴാഴ്ച പോവാല്ലേ? വ്യാഴാഴ്ചയാക്കാം, നല്ല അപ്പോഴത്തേനും മതി. ശരി, എന്നാൽ പോയി ചായ എടുത്തിട്ട് വാ. വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ആ സ്വർണ്ണം എടുത്ത് ഞാൻ പോകും മോനെ. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ചാവി കണ്ടെത്തണം.
അയ്യോ തമ്പുരട്ടി സൂചിച്ച് കിടന്ന് ഉറങ്ങുവാണോ? ഇവിടെ കുണ്ടി കിട്ടുന്നു തോന്നിയാലോ. എന്താ മോളെ പകല് കിടന്നിങ്ങനെ ഉറങ്ങുന്നേ? എന്തിനിങ്ങനെ പകല് കിടന്നുറങ്ങുന്നേ? പെണ്ണുങ്ങളിങ്ങനെ പകല് കിടന്നുറങ്ങാവോ? പിന്നെ എന്ത് ചെയ്യണം അമ്മേ? അമ്മ ഇങ്ങനെ പിടിച്ച് ഒറ്റ കറക്കി 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 ഇങ്ങനെ കറക്കി 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 കറക്കണോ? നിനക്കെന്തോടി വെച്ചാ വട്ടാണോ? ഓ തലയങ്ങ് കറങ്ങിപ്പോയങ്ങ്. ഒന്നാമത് എനിക്ക് BP ലോയാ. പിന്നെ എന്ത് ചെയ്യാനാ അമ്മേ? പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ ചേട്ടനും ഇവിടെ ഇല്ല. ബോറടിച്ചപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നു പോയത്. ഒരു പണിയില്ലാതെയാണോ കുഞ്ഞിവിടെ കിടന്നുറങ്ങിയത്? പണിയില്ലെന്ന് ആരാ പറഞ്ഞേ? ദേ ആ അയ്യോ ഒക്കെ ഒന്ന് വൃത്തിക്ക് തൂത്ത് വൃത്തിയാക്കിക്കേ, വെടുപ്പാക്കിക്കേ. ചെല്ല്, ദാ പട്ടി കൂട്ടി കിടക്കുന്നു. അവനോട് 2 വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്നുകൂടായോ? പകൽ കിടന്നുറങ്ങാൻ പാടില്ല കേട്ടോ. ഓ ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. തൂക്കാം, തൂത്ത് ഞാൻ വൃത്തിയാക്കാം. നാളെ ജോലിക്ക് പോകുന്നില്ലല്ലോ? ഇല്ല, ഞാൻ ഓഫീസിൽ പോവാ നാളെ. എന്താ? അല്ല നാളെ അല്ലേ സ്വർണം വിൽക്കാൻ പോകുന്നെന്ന് പറഞ്ഞത്. അപ്പം അത് താക്കോല് തന്നാൽ ഞാൻ എടുത്തു വെക്കായിരുന്നു. ഓ സ്വർണം ഞാൻ കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. വിൽക്കുന്നില്ലേ അപ്പം? അത് നല്ല കാര്യം. അതുകൊണ്ടല്ല, 4-5 ദിവസം കൂടി കഴിയുമ്പം എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങടെ കല്യാണമാണ്. അപ്പോൾ പണിക്കൂലി ഉൾപ്പെടെ എനിക്ക് പൈസ കിട്ടും. ഇതാകുമ്പോൾ കൊടുക്കുമ്പോൾ പണിക്കൂലി കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് പണിക്കൂലി ഉൾപ്പെടെ എനിക്ക് പൈസ അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങനെ ഡീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ല സ്വർണ്ണം ഞാനൊന്ന് കണ്ടില്ല. താക്കോൽ എവിടാന്ന് വെച്ചായിരുന്നു എനിക്കൊന്ന്. ഞാൻ പറഞ്ഞല്ലോ, ചാവി ഞാൻ പൂട്ടി ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. കാര്യം നിന്നെ എനിക്ക് വിശ്വാസമില്ല. അല്ല അതുകൊണ്ടല്ല, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഇവിടെ ഒന്നാമത് കള്ളന്മാരുടെ ശല്യമുള്ള ഏരിയ. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നീ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. പോയി എനിക്ക് ഭക്ഷണം എടുത്ത് വയ്ക്ക്. ഓ ഈ നാശം പിടിച്ചവൻ ആ ചാവി എവിടെ കൊണ്ട് വെച്ച്? എന്നോട് കൂട്ടി 7 ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെയ്ക്കും എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാനിനി അത് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ ദൈവമേ. എത്രയും പെട്ടെന്ന് എൻ്റെ സ്വർണവും കൊണ്ട് ഇവിടെ നിന്ന് കടക്കണം. രാവിലത്തേക്ക് ഞാൻ ദോശ ഉണ്ടാക്കി വെച്ച്, സാമ്പാർ, ചട്നി, പിന്നെ ഉഴുന്നുവടയുടെ മാവിരിപ്പുണ്ട്. അത് മുക്കി ഉഴുന്നുവട, ഉള്ളിവട, ഇത്രയും മതി. ഉച്ചക്കത്തേക്ക് കാത്തോരൻ, മാങ്ങാത്തോരൻ, തേങ്ങാത്തോരൻ, പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് മീൻ മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ആ മീനെടുത്ത് മുളക് പുരട്ടി വയ്ക്കുവോ എന്തുവാന്ന് വെച്ചാൽ. ഞാനൊന്ന് കിടക്കട്ടെ. ഉറക്കമുളച്ച് ഇവിടെ മൊത്തം വെറുതെ അരിച്ച് പറക്കി. അപ്പം അലമാരിയുടെ ചാവി പൂട്ടി കഴുത്തി തൂക്കിയിട്ടുണ്ട് നടക്കുവായിരുന്നു എൻ്റെ അമ്മായിയമ്മ. പണിയൊന്നും ചെയ്യാതിരുന്നാലും ക്ഷീണം വരുമോ ഭഗവാനെ? പ്രിയപ്പെട്ട ചേട്ടന് ഞാൻ പോകുന്നു എൻ്റെ സ്വർണവും എടുത്തോണ്ട്. നാണമില്ലേ ശ്രീധരൻ മേടിച്ച് കെട്ടാൻ? പറ്റിച്ചോട്ട് പൊയ്ക്കളഞ്ഞല്ലോടി.